അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തമസ്സക ബിഹദീഹി വഖ്തഫ അമ്മാ ബഅദ്. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന. ബഹുമാനപ്പെട്ട അധ്യക്ഷനവറുകളെ, അൻവാറുൽ ഹുദ മദ്രസയുടെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, സഹോദര സഹോദരികളെ, സദസ്യരെ, നാട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാമെല്ലാം ഇവിടെ സന്നിധരായത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു സാലിഹായ അമലാക്കി തീർക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തിരുമാറാവട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നറിയുവാൻ മുഖത്ത് നോക്കിയാൽ സ്നേഹമുണ്ടെന്ന് അറിയാൻ കഴിയുകയില്ല. സ്നേഹമുണ്ടെന്നൊരാൾ ബാധിച്ചതുകൊണ്ടും സ്നേഹമുണ്ടെന്നറിയുവാൻ കഴിയുകയില്ല. മുമ്പൊരു രാജാവിൻ്റെ കഥ പറയാനുണ്ട്. ഒരു പഴയകാലത്തുള്ള രാജാക്കളെ വാനോളം പ്രശംസിച്ചുകൊണ്ട് കവിതയും മറ്റും എഴുതുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ നല്ല കവിത എഴുതിയാൽ അവർക്ക് വലിയ സമ്മാനങ്ങൾ രാജാക്കൾ കൊടുക്കുന്ന പതിവുണ്ടായി. അപ്പോൾ രാജാവിനെ ഒരു കവി വാനോളം പ്രശംസിച്ചു, വളരെ കൂടുതൽ പുകഴ്ത്തി മദ്ഹ് ചെയ്തൊരു കവിതയുണ്ടാക്കി. ആ കവിത രാജാവിന് സമർപ്പിച്ചു. രാജാവ് അത് നോക്കിക്കൊണ്ട് ഈ കവിയോട് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം വലിയൊരു സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ഇദ്ദേഹം വളരെ സന്തോഷിച്ചു. വീട്ടിലേക്ക് മടങ്ങി ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം തിരിച്ചു വന്നപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞിരുന്നല്ലോ, ഞാൻ കവിത എഴുതി രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് അതിനൊരു വലിയ സമ്മാനം തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ.
അത് ഞാൻ എൻ്റെ നാവുകൊണ്ട് വാക്കുകൊണ്ട് പറഞ്ഞതാണ്. നീയും നിൻ്റെ വാക്കുകൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു, ഞാൻ എൻ്റെ വാക്കുകൊണ്ട് നിന്നെയും സന്തോഷിപ്പിച്ചു. അത്ര തന്നെ നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് വെറും വാക്കിലൂടെയുള്ള പ്രശംസയാണ്. അതേപോലെ വാക്കിലൂടെ ഞങ്ങൾ നബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നബിയോടുള്ള സ്നേഹമാവുകയില്ല. നബിയോടുള്ള സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാവണം. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം സ്നേഹമുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തമായ ഒരു തെളിവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എൻ്റെ സുന്നത്തിനെ ഒരാൾ സ്നേഹിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ ഒരാൾ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെങ്കിൽ അതിൻ്റെ അടയാളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്നേഹിക്കുക എന്ന്. റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർദ് സുന്നത്ത് എന്ന് പറയുന്ന സുന്നത്തല്ല. ളുഹർ നിസ്കരിച്ചു, ളുഹറിൻ്റെ സുന്നത്ത് നിസ്കരിച്ചു. ആ സുന്നത്ത് നിസ്കരിക്കൽ ചെയ്തിട്ടില്ലെങ്കിലും കുറ്റമൊന്നുമില്ല. ആ സുന്നത്തല്ല റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ള ചര്യയാക്കിയ ചര്യകൾ അതിൽ നിർബന്ധമായതുണ്ട്, സുന്നത്തുണ്ട്, ഫർദുണ്ട്, വാജിബെല്ലാം ഉണ്ട്, സുന്നത്തായതുമുണ്ട്. മുമ്പ് ഞാൻ തിരുവനന്തപുരം നിൽക്കുന്ന കാലത്ത് അവിടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നൊരു മാഷുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എവിടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ റസൂലുള്ളാഹിൻ്റെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അവിടെ ഒരു പ്രാസംഗികൻ പ്രസംഗിച്ചു. അപ്പോൾ അദ്ദേഹം വന്ന് പറയുകയാണ്, സുന്നത്ത് ഫർദ് കഴിച്ചിട്ടല്ല സുന്നത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർദ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. ആ സുന്നത്തല്ല റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ള ചര്യയാക്കി ഏത് കാര്യം അതിൽ ഫർദുണ്ട്, വാജിബുണ്ട്, സുന്നത്തുണ്ട്, എല്ലാം സുന്നത്ത് തന്നെ, സുന്നത്ത് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ചര്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അനുഷ്ഠിക്കാനായി പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒരാൾ അനുസരിക്കുകയാണെങ്കിൽ അത് ഫർദാവട്ടെ, സുന്നത്താവട്ടെ, വാജിബാവട്ടെ, എല്ലാം സുന്നത്ത് തന്നെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഒരാൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ, അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്തത് വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. അവൻ ഒരാൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുകളും ഇവിടെ ഉണ്ടാവുകയില്ല. എല്ലാവർക്കും റസൂലുള്ളാഹിയോടൊപ്പം സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരാണല്ല. അല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഒരാൾ സാഹസിലുണ്ടെങ്കിൽ ഇന്ന് കൈ വെക്കട്ടെ. ഒരാളും ഉണ്ടാവുകയില്ല. എല്ലാവർക്കും ആഗ്രഹം അതാണ്. പക്ഷേ അതിനുള്ള വഴിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക. റസൂലുള്ള പറഞ്ഞത് എല്ലാം അനുസരിക്കുക, ജീവിതത്തിൽ പകർത്തുക. എനിക്കൊരു ചരിത്രം ഓർമ്മ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലത്തുള്ള വലിയ വലിയ രാജാക്കൾക്ക് കത്തെഴുതി, നിങ്ങളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു കൊള്ളണമെന്ന് കത്ത്. ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് കത്തെഴുതി. അതിൽ റോമൻ ചക്രവർത്തിക്ക് കത്തെഴുതി, കിസ്റ ചക്രവർത്തിക്ക് കത്തെഴുതി, അതേപോലുള്ള വലിയ വലിയ രാജാക്കൾക്കെല്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. പല രാജാക്കളും റസൂലുള്ളാഹിയുടെ കത്തിനെ ബഹുമാനിച്ചു. അക്കൂട്ടത്തിൽ കിസ്റ ചക്രവർത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് വന്നപ്പോൾ അത് പിച്ചി ചീന്തി. ഈ വിവരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടിയപ്പോൾ മസ്സഖല്ലാഹു മുൽക്കഹു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി രാജാവിനെതിരെ ദുആ ചെയ്തു. അല്ലാഹു തആല അവൻ്റെ ഭരണം പിച്ചി ചീന്തുമാറാവട്ടെ, നശിപ്പിക്കുമാറാവട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എന്നിട്ട് കിസ്റ ചക്രവർത്തി പേർഷ്യൻ ചക്രവർത്തിയാണ്. പേർഷ്യൻ ചക്രവർത്തി യമനിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അമീറിന് കത്തെഴുതി, എൻ്റെ കത്ത് വന്നാൽ അവിടെ യമനിലുള്ള 2 ശക്തന്മാരായ ആളുകളെ ഈ നബിയാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളിലേക്ക് പറഞ്ഞയക്കണം, എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവരണം എന്നാണ് കത്തെഴുതിയത്. ബാദാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരമീറാണ്, അദ്ദേഹത്തിൻ്റെ പേര് ബാദാൻ എന്നാണ്. അങ്ങനെ അദ്ദേഹം കത്തെഴുതിയപ്പോൾ 2 ശക്തന്മാരായ ആളുകളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. കിസ്റ ചക്രവർത്തി താങ്കളെയും കൂട്ടി വരാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. ഇത് വന്നപ്പോൾ അവരുടെ വേഷം, താടി ഒന്നായി ക്ലീനായി വടിച്ചുകൊണ്ട് അവസ്ഥ. താടിയില്ല, താടി വടിച്ചിരിക്കും. വലിയ തടിച്ച മീശയും, കട്ടി മീശ, താടിയില്ലാത്ത ഒരവസ്ഥ. ഇത് കണ്ടപ്പോഴേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പ് വന്നു. അവിടെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, വൈലക്കുമാ മൻ അമറക്കുമാ ബിഹാദ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് നാശം, ആരാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അമറന ബിഹാദ റബ്ബുന എന്ന് പറഞ്ഞു. ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചത് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യജമാനൻ എന്നർത്ഥത്തിനാണ്. അതായത് കിസ്റ ചക്രവർത്തിയാണ് ഈ വേഷം സ്വീകരിക്കാൻ വേണ്ടി കൽപ്പിച്ചത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാക്കിന്ന റബ്ബി അമറനി, എൻ്റെ രക്ഷിതാവ് എന്നോട് കൽപ്പിച്ചത്, അള്ളാഹുവാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു എന്നോട് കൽപ്പിച്ചത് താടി വളർത്തുവാനും മീശ ചെറുതാക്കുവാനുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അപ്പോൾ അവരുടെ താടി വടിച്ചതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം താടി വടിച്ച ആളുകൾക്ക് ഉണ്ടാകാൻ പ്രയാസമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണല്ലോ പറഞ്ഞത്, കൽപ്പിച്ചത്. കട്ടിമീശ വെച്ച ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഉണ്ടാകാൻ പ്രയാസം. മാത്രമല്ല നമ്മൾക്കെല്ലാം മരിച്ചു പോകാനുള്ളവരാണല്ലോ, എല്ലാവർക്കും മരിച്ചു പോകാനുള്ളവരാണ്.
ഖബറിൽ പോവേണ്ടതൊന്ന്. ഖബറിൽ ചെന്നാൽ ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യമാണ് മൻ റബ്ബുക്ക വമാ ദീനുക്ക എന്നെല്ലാം ചോദിക്കുന്ന കൂട്ടത്തിൽ മാ തഖൂലു ഫീ ഹാദർ റജുലില്ലദീ ബുഇസ ഫീക്കും എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത്, നിങ്ങൾ എന്ത് പറയുന്നു, നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നു. ആ ചോദിക്കുന്നത് ആര്? മുങ്കർ നക്കീർ എന്ന രണ്ട് മലക്കുകൾ, ശക്തന്മാരായ രണ്ട് മലക്കുകൾ. അവരവിടെ വേഷവും അവരുടെ ചോദ്യത്തിൻ്റെ രൂപങ്ങളുമെല്ലാം ഹദീസുകളിൽ വന്നു. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അത് പദ്യരൂപത്തിൽ അവതരിപ്പിച്ചു. യദാനി യസ്റഖാനി യസ്വദാനി ശഅറുഹുമാ യസ്ഹാബുഹു റിജ്ലാനി സൗതുഹുമാ കമിസ്ലി റഅദിൻ ഖാസിഫി വല്ലൈനു യുർവാ മിസ്ല ബർഖിൻ ഖാതിഫി. തലമുടി ജടകുത്തിയ രണ്ടാളുകൾ, പൂച്ചക്കണ്ണുള്ള രണ്ടാളുകൾ, കറുത്ത രണ്ടാളുകൾ. യദാനി അസ്റഖാനി അസ്വദ ശഅറുഹുമാ യസ്ഹബുഹു റിജ്ലാനി, അവരുടെ തലമുടി താഴെ വലിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. അവരുടെ ശബ്ദം കഠിനമായ ഇടിവെട്ടുന്ന ശബ്ദത്തിലാണ് ചോദിക്കുന്നത്. ശക്തമായ മിന്നിൻ്റെ ശബ്ദത്തിലാണ് അവരുടെ മിന്നിൻ്റെ രൂപത്തിലാണ് അവരുടെ കണ്ണുകൾ. അവരോടൊപ്പം ഒരു വലിയ ദണ്ടുണ്ട് എന്ന് പറയുന്നു. ആ ദണ്ട് എത്രത്തോളം വലിയ ദണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയ്യിലൊരു വലിയ ഘനമുള്ള ദണ്ട്. അത് എത്രത്തോളം ഘനമുള്ളതാണെന്നാണ് കവി പറയുന്നത്. മിനയിൽ ഒരുമിച്ച് കൂടി ഹജ്ജിന് പോയ ആളുകൾക്ക് അറിയാമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ മിനയിൽ ഒരുമിച്ച് കൂടും. അവരെല്ലാം കൂടി ചേർന്ന് ഈ ദണ്ടൊന്ന് ഉയർത്തുവാൻ പൊക്കുവാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് പൊങ്ങുകയില്ല. അത്ര വലിയ ഒരു ദണ്ട് കൊണ്ടാണ് ഈ ഖബറിൻ്റെ അടുത്ത് വന്ന ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും മറ്റും ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അറിയാത്തവർ ആഹുരാതിരി ഇല്ല എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ആ ദണ്ട് കൊണ്ട് ശക്തമായി അടിക്കുന്നു. എന്നിട്ട് അവരെ ഖബറ് വാരിയല്ലുകൾ തമ്മിൽ കോർക്കുന്ന രൂപത്തിൽ ഇടുന്നു. എന്നിട്ടവരെ അവസാന നാൾ വരെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമില്ലാത്ത ആളുകളുടെ അവസ്ഥയാണ്, ജീവിതത്തിൽ പകർത്താത്ത ആളുകളുടെ അവസ്ഥയാണ്. റസൂലുള്ളാഹിയോടൊപ്പം സ്വർഗത്തിൽ പോകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ അത്രയും പകർക്കണം, മുഴുവൻ പകർത്തണം. അങ്ങനെയുള്ള നല്ല ആളുകളാണെങ്കിൽ ഇത് ചോദിക്കുമ്പോൾ തൻ്റെ മലക്കുകൾ പറയും, നീ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നതും വിശ്വസിച്ചിരുന്നതെല്ലാം ഞങ്ങൾക്കറിയാം. അതിൻ്റെ പേരിൽ താങ്കൾ സുഖമായി ഉറങ്ങിക്കൊള്ളൂ. നംകനൗമത്തിൽ അറൂസ് എന്ന് പറയും. ഒരു വരൻ ഒരു പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവൻ്റെ ഖബർ 40 മുഴം അല്ലെങ്കിൽ 70 മുഴം വിശാലത ചെയ്തു കൊടുക്കുന്നു. അവന് സ്വർഗത്തിൽ നിന്നുള്ളൊരു കവാടം തുറന്നു കൊടുക്കും. അങ്ങനെ 5 നാൾ വരെ അവിടെ താമസിക്കുമെന്ന് പറയും. അപ്പോൾ ഇത് പറയുന്നത് എന്തിനു വേണ്ടി? അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുകയാണെങ്കിൽ അത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പോകാം. അങ്ങനെയുള്ള റസൂലുള്ളാഹിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരുമാറാവട്ടെ.
നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തിരുമാറാവട്ടെ. റസൂലുള്ളാഹിയോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇതേപോലെ നമ്മുടെ വേഷങ്ങളെല്ലാം അതുകൂടി പറയുകയാണ്. ഇന്ന് വല്ലാത്തൊരു വേഷമായി മാറിയിരിക്കുകയാണ്. ഓരോ കാലത്തും 2025 വർഷത്തിലുള്ള വേഷങ്ങൾ, തലമുടി വേഷങ്ങളെല്ലാമാണ്. ഇനി 26 പുതിയ സ്റ്റൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവിടെ ബാർബർമാർക്ക് കൊടുക്കുകയാണ്. ഏത് വേഷത്തിലാണ് തലമുടി വെക്കേണ്ടത് എന്ന് പറയാൻ വിവരമില്ലെങ്കിൽ തൊട്ട് കാണിച്ചു കൊടുക്കുകയാണ്, എങ്ങനെ വെട്ടു എന്ന് പറയും. ഈ അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതുപോലെ ആയെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കുടുമ വെക്കുക എന്ന് പറഞ്ഞിരുന്നു. നമ്പൂരിമാരും മറ്റുമെല്ലാം കുടുമ വെക്കുന്ന മാതിരി മുഴുവനും വടിച്ചിട്ടില്ലെങ്കിൽ വെട്ടി ഇവിടെ മാത്രം ഒരു ഉണ്ട മാത്രമുള്ള രൂപത്തിലായി. അതേപോലെ പലതും. ഇതല്ല റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് താടിയിൽ വേണം, തലമുടിയിൽ വേണം, വസ്ത്രത്തിൻ്റെ വേഷത്തിൽ വേണം. റസൂലുള്ള എങ്ങനെ ചെയ്തിരുന്നു അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് റസൂലുള്ളാഹിയോടൊപ്പം സ്വർഗത്തിൽ പോകാൻ കഴിയും. ഇത് പുരുഷന്മാരുടെ അവസ്ഥ. സ്ത്രീകളുടെ അവസ്ഥയാണെങ്കിൽ ഇന്ന് ആണും പെണ്ണും തിരിച്ചറിയാത്ത രൂപമാണ്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകൾ, സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷന്മാർ, ഇത് സർവത്ര ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചു എന്ന് പറയും. ശപിച്ചിരിക്കുന്നു. ശാപമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കട്ടെ എന്ന് റസൂലുള്ള ദുആ ചെയ്യും. അപ്പോൾ സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷന്മാരെയും പുരുഷൻ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവിലൂടെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ മറ്റൊരു ഹദീസിൽ വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഒരു ഹദീസ്, സ്ത്രീകൾ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ ലാ യദ്ഖുൽനൽ ജന്നത വലാ യഅരിഫന റീഹഹാ വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീദത്തി കദാ വകദാ. റസൂലുള്ളാഹി പ്രത്യക്ഷത്തിൽ വസ്ത്രം ധരിച്ച സ്ത്രീകൾ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, പ്രത്യക്ഷത്തിൽ വസ്ത്രമെല്ലാം ഉണ്ടാകും, പക്ഷേ അവർ നഗ്നകളാണ് എന്ന് പറഞ്ഞാൽ വസ്ത്രം ഒന്നുകിൽ തെളിഞ്ഞ് കാണുന്ന വസ്ത്രമാണ്, അല്ലെങ്കിൽ ശരീരം മുഴുവനും മറക്കാത്ത വസ്ത്രമാണ്. ഇസ്ലാം കൽപ്പിച്ചതുപോലുള്ള വസ്ത്രമല്ല. ഇങ്ങനെ വസ്ത്രം ധരിച്ച സ്ത്രീകളാണ് അവർ. റസൂലുള്ള പറഞ്ഞു, അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ കാലത്തല്ല, ശേഷം വരുന്ന സ്ത്രീകളുടെ അവസ്ഥ പറഞ്ഞ കൂട്ടത്തിൽ, നരകത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നേത് വനിസാവും കാസിയാത്തുൻ ആരിയാത്ത്, പ്രത്യക്ഷത്തിൽ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ നഗ്നകളാണ്, വസ്ത്രമില്ലാത്തവരാണ് എന്ന് പറഞ്ഞു. അവരെപ്പറ്റി പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. മാത്രമല്ല സ്വർഗത്തിൻ്റെ പരിമളം അവർക്ക് എത്തുക പോലുമില്ല. സ്വർഗത്തിൻ്റെ വാസന വളരെ ദൂരം അടിച്ചു വീശുന്ന ആ വാസന അവർക്ക് എത്തുക പോലുമില്ല എന്ന് പറഞ്ഞു. മായിലാത്തും മുമീലാത്ത്, അവരേത് ചാഞ്ഞു കുണുങ്ങി നടക്കുന്നവരാണ്, മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി ചാഞ്ഞു കുണുങ്ങി നടക്കുന്നതായ സ്ത്രീകൾ. അവർ ലാ യദ്ഖുൽനൽ ജന്ന, ഒരിക്കലും അവർ സ്വർഗത്തിൽ കടക്കുകയില്ല, ഒരിക്കലും അവർ സ്വർഗത്തിൽ കടക്കുകയില്ല. വലാ യജിദിന റീഹഹാ, സ്വർഗത്തിൻ്റെ മണം പോലും അവർക്ക് എത്തുകയില്ല. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറത്തി കദാ വകദാ, അതിൻ്റെ മണം വളരെ ദൂരം അടിച്ചു വീശുന്ന ആ സ്വർഗത്തിൻ്റെ മണം പോലും അനുഭവിക്കാൻ അവർക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രൂപം പറയുകയാണെങ്കിൽ നാം സാധാരണ കാണാറുണ്ട്, ദിക്ക് നോക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ടല്ലോ, തവക്ക എന്നെല്ലാം പറയും. തവക്ക എന്ന് പറയും, വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ പറയും. അതെങ്ങനെ വെക്കുകയാണെങ്കിലും അത് വടക്കോട്ട് തിരിഞ്ഞിട്ട് അതിൻ്റെ സൂചി നിൽക്കുക. അതേപോലെ ആയിരിക്കണം ഒരു സത്യവിശ്വാസി, അവൻ്റെ ജീവിതം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിൽക്കണം. റസൂലുള്ള എങ്ങനെയാണ് പ്രവർത്തിച്ചത് അതേപോലെ പ്രവർത്തിക്കുക. റസൂലുള്ള എങ്ങനെയാണ് വസ്ത്രം ധരിക്കാൻ വേണ്ടി കൽപ്പിച്ചത് അതേപോലെ ധരിക്കുക. ഇങ്ങനെ പൂർണ്ണമായും അവൻ്റെ ശ്രദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെ പകർത്തുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാർക്കെല്ലാം റസൂലുള്ളാഹിയോട് യഥാർത്ഥമായി പിൻപറ്റി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തരുമാറാവട്ടെ. നമ്മയും അവരെയും സ്വർഗത്തിലെ റസൂലുള്ളാഹിയോടൊപ്പം ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഇനി നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പരിപാടികളുണ്ട്, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തരുമാറാവട്ടെ. നമ്മുടെ ഖബർ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ, നരക കുഴിയാക്കാതിരിക്കുമാറാവട്ടെ. ആ ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അതനുസരിച്ച് ഒട്ടും വ്യതിചലിക്കാതെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തരുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.